കുഞ്ഞാറ്റേ മുകളിലെത്തി. ഇതേ നൈക്കി ഔട്ട്ലെറ്റിന് മുമ്പിൽ ഭയങ്കര ആൾക്കൂട്ടം കേട്ടോ, ഭയങ്കര. ഗൈസ്, നമ്മൾ ആ കേബിൾ കാറിലാണ് കയറാൻ പോകുന്നത്. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ലണ്ടനിലെ O2 അരീനയിൽ പോവുകയാണ്. അതെന്താണ്, അവിടെ എന്താണ് സംഭവം, എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ബാക്കി കാണാം. എന്നിട്ട് പോവാം. എൻ്റെ വരുന്നുണ്ട്, പൊടിമോനും ചെറുമീൻ വരുന്നുണ്ട്. നമ്മൾ ബസ്സിൽ കയറിയാണ് പോകുന്നത്. നമുക്കൊരു 2 ബസ് കയറാണ്ട്. ഒരു ബസ് കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറാം. പിന്നെ ഡയറക്റ്റ് നമ്മൾ അവിടേക്കായിരിക്കും പോവുക. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. അതാ വരുന്നു ഗൈസ് ഞങ്ങളുടെ ബസ്. ഈ റോഡിൽ കൂടെ ഒക്കെ ശരിക്കും എത്ര യാത്ര ചെയ്താലും നമ്മൾ മടുക്കൂല കേട്ടോ, നല്ല രസമുണ്ട്. കുഞ്ഞാറ്റ, ഈ റോഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഞങ്ങൾ അങ്ങനെ ആദ്യമാണ് ഞങ്ങൾ പോയത്, ഇങ്ങനെ ഇത് കാണുവാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എത്തിയിട്ട് എത്രയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സേവാണ് എന്തോടെ പറയുന്നത്, അവിടെ എത്താൻ പോവാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഗ്രീനേജ് ബസ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഈ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ടോ, ബസ് കിടക്കുന്നുണ്ടോ. നമുക്ക് അകത്തേക്ക് പോവാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടു പോവാം. കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ. ഞാനിവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. ഇതാണ് ഗ്രീനിഷ് പെനിൻസുല. നമ്മൾ ആദ്യം കേബിൾ കാർ കയറാൻ പോകും. കേബിൾ കാർ ഇനിയിപ്പം ലണ്ടനിൽ വന്നിട്ട് ഇവിടുത്തെ കേബിൾ കാർ കയറില്ല എന്നുള്ള പരാതി വേണ്ട. ഞാൻ എങ്ങനെയുണ്ട് തണുപ്പ്? നല്ല തണുപ്പുണ്ടോ? ഗ്രീനിഷ് പെനിൻസുല. ഗൈസ്, നമ്മൾ ആ കേബിൾ കാറിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഷെയർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് ചാർജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. ഓൺലൈൻ വഴി നമുക്ക് എടുക്കാം. ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് എടുത്തത്. അഡൾട്ട് 2 പേർക്ക് 24 പൗണ്ടായി. കുട്ടികൾക്ക് ഫ്രീ ആണ്, 5 വയസ്സിന് താഴെ. ലിഫ്റ്റിൽ കയറി ഗൈസ്, ലിഫ്റ്റിൽ കയറി. നമുക്ക് ലിഫ്റ്റിൽ കയറി മുകളിൽ പോകേണ്ടതായിട്ടുണ്ട്. സ്റ്റോളുള്ളതുകൊണ്ട് സാധനത്തിൽ നാക്കുമ്പോൾ വഴങ്ങുന്നില്ല ഗൈസ്. മുകളിൽ പോയിട്ട് ബാക്കി വന്നു ഗൈസ്. ഞങ്ങളിതാ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ ചെന്നിട്ട് എത്തി ഗൈസ്. കുട്ടികളൊക്കെ ആയിട്ട് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തായാലും നോക്കട്ടെ. നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് സ്ട്രോളറും കയറ്റാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ഓടിക്കൊണ്ടിരിക്കും ചെറുതായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തള്ളി കയറ്റണം. കയറാമോ? പുള്ളി കൈ കാണിക്കുന്നു. ഞങ്ങൾ അങ്ങനെ കേബിൾ കാറിന്റെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ പിറക്കുകയാണ് ഗൈസ്. തലയില്ലാത്ത രാക്ഷസ നദിയുടെ മുകളിലൂടെ പോവുകയാണ്. ഇതാണ് ഗൈസ് കേബിൾ കാറിന്റെ അകത്തെ വൻ സെറ്റപ്പ് ആണ് ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. നല്ല അവരെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി. നമുക്ക് കാണാൻ വേണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സെന്ററിൽ.
സൂപ്പർ ബോൾ. അങ്ങനെ കേബിൾ കാർ കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഷോപ്പിങ്ങിന് പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ നമുക്ക് സിനിമ കാണാം. മലയാള സിനിമയൊക്കെ വരും, സിനിമകളുടെ. ഇപ്പോൾ ഇവിടെ ഓഫീസ് ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ്റെ ആ സിനിമയുണ്ട്. അങ്ങനെ ലുലുവിലെ ഫണ്ടൂരയില്ലേ, അതുപോലെ ഇവിടെ പ്ലേയിങ് ഏരിയ കാര്യങ്ങൾ, ഗെയിംസും കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതെ, സൂപ്പർ ഡ്രൈവ് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് അത്യാവശ്യം ജാക്കറ്റ്സും സ്വെറ്ററും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ കിട്ടും. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അതെ, സ്കെച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഈ നേഴ്സസിൻ്റെ ഒരു ഫേവറേറ്റ് ഷൂ ബ്രാൻഡാണ്. കാരണം നമുക്ക് ഈ ലോങ് ടൈമായിട്ടൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പം നമുക്ക് ഈ കാലിന് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്കെച്ചേഴ്സിന്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് സൗദി ചെന്നപ്പം വാങ്ങിച്ചതാണ്, യൂസ് ചെയ്ത് തുടങ്ങിയാണ്. പിന്നെ തന്നെയാണ് യൂസ് ചെയ്യാറ്. നല്ല ഷൂ ആണ്. ഇനി നമ്മൾ കുറേയൊക്കെ കറങ്ങി കുഴഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്ത് കഴിക്കുമെന്നുള്ളൊരു ആശങ്കയിൽ ഞങ്ങൾ ഇങ്ങനെ കയറിക്കും. വിശക്കുന്നോ? എന്താ വേണം? ഐസ്ക്രീമോ? വിശക്കുമ്പോഴോ? കുടിക്കെന്ത് വേണം? കേസി വേണോ? ഓക്കേ, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തു. ഇന്ത്യൻ റെസ്റ്റോറന്റോ? എവിടെ? ഇതോ? ആരാ ആദ്യം ചെറുമിയെ തൊടുന്നേ? ഒടുവിൽ ഞങ്ങൾ KFC-യിലേക്ക് തന്നെ തിരികെ വന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നേരെ വന്നപ്പോൾ കണ്ടത് നൈക്കിയിൽ നല്ല ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. എന്തോ വലിയ ഓഫറാണെന്നും പറഞ്ഞിട്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓഫറാണെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ക്യൂവിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. അതേ നോക്കി എന്നും കൂടെ അവിടെ നിന്ന് അടി കൂടുന്നുണ്ട്. എന്തായാലും ഞാനും കൂടെ പോയി നോക്കാം, ചിലപ്പോൾ ബിരിയാണി വിളമ്പിയാലോ. ഉണ്ട് കൈസ്, അത്യാവശ്യം നല്ല ഓഫറുണ്ട്. അതായത് 27.96 ഈ നൈക്കിൻ്റെ ഷൂവിൻ്റെ വില. ഏകദേശം 3000 രൂപയിൽ, നാട്ടിൽ 3000 രൂപയിൽ താഴെ വിലയിലൊക്കെ അത്യാവശ്യം നല്ല ഷൂകളൊക്കെ ഉണ്ട്. നല്ല ഓഫറുകൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഓഫറുകളുള്ള ഷൂകൾ, നല്ല ഷൂ ഒക്കെ ഒരുപാടുണ്ട്. ഇവിടെ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ.
നൈക്കിയുടെ തൊട്ടടുത്ത് തന്നെ അഡിഡാസിൻ്റെ ഷോപ്പുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം, വെറുതെ ഒന്ന് കയറി നോക്കാം. എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് ഒരാൾ വരുന്നുണ്ട്. ഒരു കയ്യിൽ ബില്ലും ഒരു കയ്യിൽ കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താണ് ഇതിനകത്ത്? അവിടുന്ന് നേരെ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനും അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ വലിഞ്ഞ് കയറണം. ഇത് കയറാൻ പറ്റിയ പ്രായമുള്ള പിള്ളേർ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ദൈവരുത്തം കയറുന്നു. ഹോളിവുഡ് ബോൾ വെൽക്കം. ഓക്കെ, നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം. ഇത് മറ്റേ കുട്ടികൾക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ അതിനകത്തോട്ട് കയറുന്ന മൊത്തം അഡൾട്ടാണല്ലോ. അഡൾട്ടിനും ഉണ്ട് കുട്ടികൾക്കും ഉണ്ട്. ഞാറ്റേ പറപ്പിച്ച് വിട്രാ. ഇന്നത്തെ നീ എങ്ങോട്ടാ? എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പോയിന്റ് കിട്ടും. ഇത് അതും കൊണ്ട് അവിടെ പോയാൽ ക്ലെയിം ചെയ്യാൻ പറ്റും. വിട്ടുകൊടുത്താൽ നല്ലതായിരിക്കും. ഞങ്ങള് പോവാണ്. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.